നമസ്കാരം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ താപനില ക്രമാതീതമായി ഉയരാൻ സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകളെ തുടർന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വേനൽ കടുക്കുന്നതോടെ സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ തന്നെ അനുഭവപ്പെടുന്ന ഈ അസാധാരണ ചൂട് വരും മാസങ്ങളിൽ കൂടുതൽ കഠിനമായേക്കാമെന്നാണ് സൂചന. പ്രധാന സുരക്ഷാ മുൻകരുതലുകൾ പകൽ സമയത്ത്, പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അന്തരീക്ഷ താപനില ഉയർന്നത് ശരീരത്തിലെ ജലാംശം വേഗത്തിൽ നഷ്ടപ്പെടുവാൻ കാരണമാകും. അതിനാൽ ദാഹം തോന്നിയില്ല എങ്കിലും ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണം. ചായ, കാപ്പി, മദ്യം, കാർബണേറ്റഡ് പാനീയങ്ങൾ എന്നിവ പകൽ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഉചിതം. കാരണം ഇവ ശരീരത്തിൽ നിന്ന് ജലം കൂടുതൽ നഷ്ടപ്പെടുവാൻ ഇടയാക്കും. തൊഴിൽ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കുവാൻ. പുറം ജോലികളിൽ ഏർപ്പെടുന്ന നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, വഴിയോര കച്ചവടക്കാർ എന്നിവർ ജോലി സമയം പുനഃക്രമീകരിക്കുക. ഉച്ചസമയത്തെ കഠിനമായ വെയിലിൽ നിന്ന് മാറി നിൽക്കുവാൻ തൊഴിലുടമകൾ സൗകര്യമൊരുക്കണം. ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടകൾ ഉപയോഗിക്കാനും ഇടയ്ക്കിടെ വിശ്രമിക്കുവാനും അനുവാദം നൽകേണ്ടതുണ്ട്. വസ്ത്രധാരണത്തിലും പ്രത്യേക ശ്രദ്ധ വേണം. കട്ടി കുറഞ്ഞതും വെളുത്തതോ ഇളനിറത്തിലുള്ളതോ ആയ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുന്നത് ചൂടിനെ പ്രതിരോധിക്കുവാൻ സഹായിക്കും. മൃഗങ്ങളുടെയും കുട്ടികളുടെയും സംരക്ഷണം. കന്നുകാലികളെയോ വളർത്തുമൃഗങ്ങളെയും ഉച്ചവെയിൽ കെട്ടിയിടുകയോ മേയാൻ വിടുകയോ ചെയ്യരുത്. അവയ്ക്ക് ആവശ്യമായ തണലും വെള്ളവും ഉറപ്പാക്കുക. അടച്ചിട്ട വാഹനങ്ങളിൽ കുട്ടികളെയും വളർത്തുമൃഗങ്ങളെയും ഇരുത്തിപ്പോകുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും. സ്കൂളുകളിൽ കുട്ടികൾക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക. അസ്വസ്ഥതകളോ തളർച്ചയോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ തണലിലേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും വേണം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാലാവസ്ഥാ വകുപ്പിന്റെയും ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുന്നത് ഈ വേനൽക്കാലത്തെ സുരക്ഷിതമായി മറികടക്കുവാനും നമ്മെ സഹായിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ചൂട് കടുക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 2026 ഫെബ്രുവരി 14 പുറത്തിറക്കിയ കാലാവസ്ഥാ ബുള്ളറ്റിൻ പ്രകാരം അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് മഴയുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. ബംഗാൾ ഉൾക്കടലിലെയും അറബിക്കടലിലെയും അന്തരീക്ഷമാർത്ത വ്യതിയാനങ്ങളാണ് കേരളത്തിൽ വരണ്ട കാലാവസ്ഥ തുടരുവാൻ കാരണമാകുന്നത്. ഇന്നു മുതൽ 17 വരെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും മഴയുണ്ടാകില്ല. എന്നാൽ ഫെബ്രുവരി 18 തെക്കൻ കേരളത്തിൽ നേരിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ ഈ ദിവസം ഒറ്റപ്പെട്ട ചാറ്റൽ മഴയ്ക്കാണ് സാധ്യത. മറ്റു ജില്ലകളിൽ വരണ്ട അന്തരീക്ഷം തുടരുന്നത് കൃഷിയും ജലലഭ്യതയും ബാധിച്ചേക്കാം. കൂടാതെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക ജാഗ്രത വേണ്ടത് ഇന്ന് തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം ഇവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. 16 തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന കിഴക്കൻ ഭൂമധ്യരേഖ, ഇന്ത്യൻ മഹാസമുദ്രം ഇവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത.